ഹലോ, നമ്മളിതൊരു യാത്ര പോവാണ്. നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു ഹിൽ ടോപ്പ് എന്ന റിസോർട്ടിലേക്കാണ് അവിടെ ബുക്ക് ചെയ്തിട്ടാണ് പോണേ. ഒരുപാട് റിസോർട്ട് നോക്കിയിരുന്നു, പക്ഷെ അതൊന്നും എന്താ പറയാ, ഇപ്പൊ വെക്കേഷൻ സീസൺ ആയതുകൊണ്ട് തന്നെ മൊത്തം ബുക്കാണ്. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ കിട്ടിയതാണ് അവിടെ. ഇനിയിപ്പോ അവിടെ പോയിട്ട് അറിയാം അവിടെയുള്ള റിസോർട്ട് എങ്ങനെയുണ്ട്, കാര്യങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് അവിടെ പോയിട്ട് അറിയാം. ഓക്കെ, എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എന്റെ കിളി പോയി സാറേ. ലോകത്തിൽ എവിടെയാണെങ്കിലും സമാധാനമാണ് മെയിൻ. താങ്ക്സ്. ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താണെന്ന് എനിക്കറിയോ? പറഞ്ഞാൽ താൻ വിശ്വസിക്കോ? പിന്നെ ഞങ്ങളുടെ സ്ഥിരം പരിപാടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പൂള് കണ്ടപടെ പൂളിലോട്ട് അങ്ങോട്ട് ചാടി. പിന്നെ ചായ കുടിയും. ഞങ്ങളുടെ കൂടെയുള്ള കൊച്ചു കുഞ്ഞാണ് കേട്ടോ ഇപ്പൊ ഇരുന്ന് ബിസ്ക്കറ്റ് കഴിച്ചോണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് അങ്ങോട്ട് കടന്ന് റീൽസ് എടുപ്പ്. എന്നാ ചേട്ടനും ചാട് ചാട്. ഞാനേ പോളിടെക്നിക്ക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. അതിനാരെതിരെന്ന് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ അല്ല സാധനം അങ്ങോട്ട് ഓടിച്ചോ. ഇങ്ങനെയൊന്നും അല്ലടാ. എടേ ഇത് നമ്മക്കിന്ന് പോണ്ടേ? പിന്നെ നൈറ്റ് ആയപ്പോ ഗംഭീര വൈബായിരുന്നു കേട്ടോ. നല്ല ഗ്രിൽഡ് ചിക്കനും ക്യാമ്പ് ഫയർ ഒക്കെ ആയിട്ട് നൈറ്റ് ഞങ്ങൾ പൊളിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഞാനിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ കാണാനായിട്ട് കോട വരുമെന്ന്. കോട വന്നു. സത്യം പറഞ്ഞാൽ രാത്രി വന്ന കോടയും രാവിലത്തെ വ്യൂവും ഞാൻ ലൈഫിൽ ഒരിക്കലും മറക്കില്ല കേട്ടോ. പിന്നെ പോകുന്ന സ്ഥലത്തേക്കാൾ യാത്രയെ മനോഹരമാക്കുന്നത് കൂടെ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ട്രിപ്പ് ഞാൻ മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ. അപ്പൊ ടാറ്റാ.